ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന ചാപ്റ്ററിലുള്ള ഫോക്കസ് ഏരിയയുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT സെക്ഷൻ 11.3, that is about photoelectric effect. Okay, so we can expect a question from this section like this: what is meant by photoelectric effect? എന്താണ് photoelectric effect എന്ന് പറഞ്ഞാൽ? It is the phenomenon of emission of electron from a metal surface when an electromagnetic radiation of sufficiently high frequency is incident on it. അതായത് ഒരു മെറ്റൽ സർഫസിന് മുകളിൽ സഫിഷ്യന്റ് ഫ്രീക്വൻസി ഉള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഫിഗറിൽ നിങ്ങൾ കാണിച്ചിരിക്കുന്നത് ഒരു മെറ്റൽ സർഫസ് ആണ്. ആ മെറ്റൽ സർഫസിന് മുകളിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് വീഴുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യപ്പെടുന്നു? ഇജക്റ്റ് ചെയ്യപ്പെടുന്നു. ഈ ഒരു ഫിനോമിനൻ ആണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയപ്പെടുന്നത്. ഇത് ആദ്യമായി കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹെഡ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇൻ 1887. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഹു ഡിസ്കവേർഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഹെൻറിച്ച് ഹെഡ്സ് ആണ്. William Halwash and Philip Lenard are the two scientists who investigated photoelectric emission in detail. So you can expect one more question. അതായത് ഫോട്ടോ ഇലക്ട്രിക് എമിഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തിയ സയന്റിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ വില്യം ഹാൾവാഷ് ആൻഡ് ഫിലിപ്പ് ലെനാർഡ്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൻഡ് ദേ ഫൗണ്ട് ദാറ്റ് certain materials like zinc, cadmium, magnesium etc. responded to only ultraviolet light. അതായത് സിങ്ക്, കാഡ്മിയം, മെഗ്നീഷ്യം പോലെയുള്ള ഹെവി മെറ്റൽസിന്റെ കേസിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കണമെങ്കിൽ, അതായത് ഇലക്ട്രോണുകൾ ഇജക്ട് ചെയ്യപ്പെടണമെങ്കിൽ അതിൽ എന്ത് വന്ന് വീഴണം? അൾട്രാവയലറ്റ് റേഡിയേഷൻ വന്ന് വീഴണം. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ആൻഡ് ഇൻ ദ കേസ് ഓഫ് ആൽക്കലി മെറ്റൽസ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം, സീസിയം, റുബീഡിയം എക്സെട്ര ആർ റെസ്പോണ്ടഡ് ടു വിസിബിൾ ലൈറ്റ്. അതായത് സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം പോലെയുള്ള ഹൈലി ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ അൾട്രാവയലറ്റ് റേഡിയേഷൻ വന്നു വീഴണമെന്നില്ല, മറിച്ച് സാധാരണ വിസിബിൾ ലൈറ്റ് വന്നു വീണാൽ പോലും ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കും. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ആൽക്കലി മെറ്റൽസ് ഹൈലി ഫോട്ടോ സെൻസിറ്റീവ് ആണ്. അതിൻ്റെ കേസിൽ വിസിബിൾ ലൈറ്റ് വന്ന് വീണാൽ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കും. പക്ഷേ സിങ്ക്, കാഡ്മിയം, മെഗ്നീഷ്യം പോലെയുള്ള ഹെവി മെറ്റൽസിൻ്റെ കേസിൽ വിസിബിൾ ലൈറ്റ് വന്ന് വീണാൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. ഏത് വന്ന് വീഴണം? അൾട്രാവയലറ്റ് റേഡിയേഷൻ വന്ന് വീഴണം. സോ ദാറ്റ്സ് എ 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, റിമെമ്പർ ദീസ് പോയിന്റ്സ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT സെക്ഷൻ 11.6, that is Einstein's photoelectric equation. Albert Einstein is the scientist who first successfully explained the photoelectric emission in 1905. 1905 ഫോട്ടോ ഇലക്ട്രിക് എമിഷന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഓൺ ദ ബേസ് ഓഫ് മാക്സ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ്. അതായത് മാക്സ് പ്ലാങ്ക് എന്ന സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു തിയറിയാണ് ക്വാണ്ടം തിയറി. അതിൻ്റെ ബേസിസിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷന് ആദ്യമായി കൃത്യമായി വിശദീകരണം നൽകിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഓക്കെ, അദ്ദേഹം ഫോട്ടോ ഇലക്ട്രിക് എമിഷന് കൊടുത്ത എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് ഇന്ററാക്ഷൻ ഓഫ് ടു പാർട്ടിക്കിൾസ്, വൺ എ ഫോട്ടോൺ ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ആൻഡ് ദ അതർ ആൻ ഇലക്ട്രോൺ ഓഫ് ഫോട്ടോ സെൻസിറ്റീവ് മെറ്റൽ. അതായത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത് രണ്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. അതിൽ ഒന്ന് ഏതാണ്? ഇൻസിഡന്റ് റേഡിയേഷനിലുള്ള ഫോട്ടോണുകളും രണ്ടാമത്തത് മെറ്റൽ സർഫസിലുള്ള ഇലക്ട്രോണുകളാണ്. ഇവ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്: എ മിനിമം എനർജി ഈസ് റിക്വയർഡ് ടു ലിബറേറ്റ് ദ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ് ആൻഡ് ദാറ്റ് മിനിമം എനർജി ഈസ് കോൾഡ് വർക്ക് ഫംഗ്ഷൻ. അതായത് ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോണുകൾ ഇജക്ട് ചെയ്യപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഒരു മിനിമം എനർജി ആവശ്യമാണ്. ആ മിനിമം എനർജിയെ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ ആൻഡ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ W0 or 50. മനസ്സിലായല്ലോ? ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്: എനർജി ഓഫ് ദ ഇൻസിഡന്റ് ഫോട്ടോൺ ഈസ് യൂസ്ഡ് അപ്പ് ഇൻ 2 പാർട്സ്. അതായത് ഇൻസിഡന്റ് ചെയ്യുന്ന റേഡിയേഷനുള്ള ഫോട്ടോണിന്റെ എനർജി 2 കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു. A part of energy is used in liberating the electron from the metal surface, which is equal to work function. അതായത് മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോണുകളെ ലിബറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം എനർജി ആവശ്യമാണ്. ദാറ്റ് ഈസ് കോൾഡ് വർക്ക് ഫംഗ്ഷൻ. അതിനു വേണ്ടിയാണ് ഫോട്ടോണുകളുടെ എനർജിയുടെ ഒരു ഭാഗം യൂസ് ചെയ്യുന്നത്.
ഓക്കെ, ആൻഡ് ദ റിമൈനിങ് പാർട്ട് ഈസ് യൂസ്ഡ് ഇൻ ഇമ്പാർട്ടിംഗ് കൈനറ്റിക് എനർജി ടു ദ ഇജക്റ്റഡ് ഇലക്ട്രോൺസ്. അതായത് പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആയിട്ടാണ് ബാക്കിയുള്ള എനർജി എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എ പാർട്ട് ഓഫ് എനർജി ഈസ് യൂസ്ഡ് ഫോർ ഗിവിംഗ് വർക്ക് ഫംഗ്ഷൻ ആൻഡ് liberating the electron, and the remaining energy is used to give kinetic energy to the ejected electrons. Okay, ഇവിടെയുള്ള കേസിൽ ടോട്ടൽ എനർജി എന്താണ്, കൺസേർവ്ഡ് ആണ്. സോ വി ക്യാൻ യൂസ് ദ ഐഡിയ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി and we can write an equation like this: energy of incident photon is equal to maximum kinetic energy of photoelectron plus work function. കാരണം ഇൻസിഡന്റ് ഫോട്ടോന്റെ എനർജിയാണ് കൈനറ്റിക് എനർജി ആയി മാറുന്നത്, അതുപോലെ തന്നെ വർക്ക് ഫംഗ്ഷൻ ആയിട്ട് മാറുന്നത്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ. ഓക്കെ, ആൻഡ് we can rewrite this equation as capital E is equal to Kmax plus phi 0, where E is the energy of the incident photon, Kmax is the maximum kinetic energy of photoelectrons, and phi 0 is the work function. Okay, again we can rewrite as Kmax equal to E minus phi 0. Okay, so this is the equation called Einstein's photoelectric equation. ഇനി നമുക്ക് പല രീതിയിൽ മാറ്റി എഴുതാം. ഇവിടെ Kmax എന്ന് പറയുന്നത് മാക്സിമം കൈനറ്റിക് എനർജിയാണ്, and we can write as half mv max square, where m is the mass of electron, v max is the maximum speed of the ejected photoelectrons. Okay, and E is the energy of photon, and we can write as h nu or equal to hc by lambda, where nu is the frequency of the radiation and lambda is the wavelength of the incident radiation, and phi 0 is the work function, and we can write as h nu 0 and it is equal to hc by lambda 0, where nu 0 is the threshold frequency and lambda 0 is called threshold wavelength. ഈ ഇക്വേഷൻസ് മുന്നേയുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we get the equation like this: half mv max square is equal to h nu minus phi 0, or we can write as half mv max square is equal to h nu minus h nu 0. Okay, and in this equation h is common, so we can rewrite again as half mv max square is equal to h into nu minus nu 0. Okay, we can write this equation in terms of wavelength also. So the equation will take the form half mv max square is equal to hc by lambda minus hc by lambda 0. In this term hc is common, so half mv max square is equal to hc into 1 by lambda minus 1 by lambda 0. Okay, മുകളിലുള്ള ഈ രണ്ട് ഇക്വേഷൻ ആണ് ഇതിന്റെ ബേസിക് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ്റെ അകത്ത് Kmaxന്റെ സ്ഥാനത്ത് ഹാഫ് mv max സ്ക്വയർ കൊടുക്കാം, ഇയുടെ സ്ഥാനത്ത് എച്ച് ന്യൂ അല്ലെങ്കിൽ എച്ച് സി ബൈ ലാംഡ കൊടുക്കാം, ഫൈ സീറോയുടെ സ്ഥാനത്ത് എച്ച് ന്യൂ 0 അല്ലെങ്കിൽ എച്ച് സി ബൈ ലാംഡ 0 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസ് ആണ് താഴെ തന്നിരിക്കുന്ന ഈ രണ്ട് ഇക്വേഷൻ: ഹാഫ് mv max സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0 ആൻഡ് ഹാഫ് mv max സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സി ഇൻറ്റു 1 ബൈ ലാംഡ മൈനസ് 1 ബൈ ലാംഡ 0. ഈ ഇക്വേഷൻസ് കൃത്യമായി പഠിച്ചു വെക്കുക, ഇത് ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലംസ് ചോദിക്കും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഇതാണ് എക്സ്പ്ലനേഷൻ ടു ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് യൂസിങ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ ലോസ് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഒന്നാമത്തെ ഇതാണ് എഫക്റ്റ് ഓഫ് ഇൻറ്റൻസിറ്റി. ഓക്കെ, എഫക്റ്റ് ഓഫ് ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക? എക്സ്പ്ലനേഷൻ ഇതാണ്: ഇൻക്രീസ് ഓഫ് ഇൻറ്റൻസിറ്റി മീൻസ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് സ്ട്രൈക്കിംഗ് ദ മെറ്റൽ പെർ യൂണിറ്റ് ടൈം. എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഫോട്ടോൺസ് സ്ട്രൈക്കിംഗ് ദ മെറ്റൽ പെർ യൂണിറ്റ് ടൈം ആണ്. എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സമയത്തിൽ മെറ്റലിൻ്റെ സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഫോട്ടോണുകളുടെ എണ്ണമാണ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മെറ്റൽ സർഫസിൻ്റെ മുകളിൽ യൂണിറ്റ് ടൈമിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഫോട്ടോൺസിൻ്റെ എണ്ണം കൂടുക എന്നാണ്. ഓക്കെ, കൂടാതെ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ഫോട്ടോണിന് ഒരു ഇലക്ട്രോണിനെ മാത്രമേ ഇജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺ സ്ട്രൈക്കിംഗ് ഓൺ ദ മെറ്റൽ സർഫസ് പെർ യൂണിറ്റ് ടൈം ഇൻക്രീസസ്. സോ ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഫ്രം ദ മെറ്റൽ സർഫസ് ഓൾസോ ഇൻക്രീസസ്. എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. എന്തിനനുസരിച്ച്? ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്. സോ വി ക്യാൻ റൈറ്റ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. And the relation is like this: photoelectric current is directly proportional to intensity of incident radiation, and this is the first law. Okay, രണ്ടാമത്തത് we have to give an explanation of threshold frequency. Okay, threshold frequency നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം using photoelectric equation. നമുക്കറിയാം മാക്സിമം കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? Kmax equal to h into nu minus nu 0 ആണ്. If nu is less than nu 0, അതായത് ഇൻസിഡന്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക?
ന്യൂ ലെസ് ദാൻ ന്യൂ സീറോ ആണെങ്കിൽ ന്യൂ മൈനസ് ന്യൂ സീറോ നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി എന്താവുക? നെഗറ്റീവ് ആവുക. നമുക്കറിയാം കൈനറ്റിക് എനർജി നെവർ ബി നെഗറ്റീവ്. അതുകൊണ്ട് ഇത് പോസിബിൾ അല്ല. എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് റേഡിയേഷന്റെ ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവാണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ പോസിബിൾ അല്ല. ഓക്കെ, സോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഡസ് നോട്ട് ഒക്കർ ബിലോ ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കണമെങ്കിൽ ഇൻസിഡന്റ് റേഡിയേഷന് ഒരു മിനിമം ഫ്രീക്വൻസി ആവശ്യമാണ്. ആ മിനിമം ഫ്രീക്വൻസിയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അതിനേക്കാൾ കുറവാണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. മനസ്സിലായല്ലോ? സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇനി ഒരു പോയിന്റ് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. കറണ്ട് എന്ന് പറയുന്നത് Q/T ആണ്. ആൻഡ് Q ഈസ് ഈക്വൽ ടു NE അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ. സോ യു ക്യാൻ റൈറ്റ് I ഈസ് ഈക്വൽ ടു NE/T. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്റ്റഡ് പെർ യൂണിറ്റ് ടൈം, ദാറ്റ് ഈസ് N/T ഈസ് പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി. So we can draw a graph connecting photoelectric current and intensity. എന്താ ഗ്രാഫ് വരിക? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇന്റൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത് കൃത്യമായി പഠിച്ചു വെക്കുക. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് മൂന്നാമത്തെ ലോ ആണ്. ദാറ്റ് ഈസ് എക്സ്പ്ലനേഷൻ ഓഫ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നമുക്കറിയാം കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? Kmax ഈക്വൽ ടു h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ ആണ്. ഇഫ് ന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ന്യൂ സീറോ എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് ചെയ്യുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്കറിയാം Kmax പ്രൊപ്പോർഷണൽ ടു ന്യൂ മൈനസ് ന്യൂ സീറോ ആണ്. Kmax ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു ന്യൂ. ദാറ്റ് ഈസ് മാക്സിമം കൈനറ്റിക് എനർജി ഇൻസിഡന്റ് റേഡിയേഷന്റെ ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല. പിന്നെ എന്തിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ? ന്യൂ മൈനസ് ന്യൂ സീറോ അതിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. Okay, so we can write above threshold frequency, kinetic energy of photoelectrons increases linearly with the frequency of incident radiation. അതായത് മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻസിഡന്റ് റേഡിയേഷന്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. മനസ്സിലായല്ലോ? അതായത് ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷനെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മാക്സിമം കൈനറ്റിക് എനർജി ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഫ്രീക്വൻസിയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എന്താ ഡിപ്പെൻഡൻസ്? മാക്സിമം കൈനറ്റിക് എനർജി ഇൻക്രീസസ് ലീനിയർലി വിത്ത് ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് ഇതാണ്, എക്സ്പ്ലനേഷൻ ഓഫ് ടൈം ലാഗ്. ഓക്കെ, അതായത് ലൈറ്റ് വന്ന് തട്ടുമ്പോൾ ഉടനെ തന്നെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യപ്പെടും? ഇജക്ട് ചെയ്യും. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ സർഫസിന് മുകളിൽ വന്ന് വീഴുന്നതിനും ഇലക്ട്രോൺ പുറത്തേക്ക് വരുന്നതിനും ഇടയിൽ എന്തില്ല? ഒരു ടൈം ഗ്യാപ്പ് ഇല്ല എന്നാണ് പറയുന്നത്. ദർ ഇസ് നോ ടൈം ലാഗ്. മനസ്സിലായോ? അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് എ റിസൾട്ട് ഓഫ് ഇലാസ്റ്റിക് കൊളീഷൻ ബിറ്റ്വീൻ ഫോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ ഓൺ ദ മെറ്റൽ സർഫസ്. അതായത് ഇലക്ട്രോണും ഫോട്ടോൺസും തമ്മിലുള്ള ഒരു ഇലാസ്റ്റിക് കൊളീഷനാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷന് കാരണം. അതുകൊണ്ട് ഇവിടെ എന്തില്ല? ടൈം ലാഗ് ഇല്ല. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമുക്കറിയാം കൈനറ്റിക് എനർജി എന്തിനനുസരിച്ച്? ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രാഫ് വരക്കാൻ ചോദിക്കും. ഗ്രാഫ് എങ്ങനെ വരക്കുന്നത്? നിങ്ങൾ നോക്കൂ. ഫ്രീക്വൻസി ന്യൂ എന്ന് പറയുന്നത് ന്യൂ സീറോയിന് തുല്യമാവുന്ന സമയത്ത്, അതായത് ഇൻസിഡന്റ് റേഡിയേഷന്റെ ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് തുല്യമാണെങ്കിൽ വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി? സീറോ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രീക്വൻസി ആക്സിസിൽ ഒരു പോയിന്റ് എടുക്കാം. ആ പോയിന്റിൽ ന്യൂ ഈക്വൽ ന്യൂ സീറോ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിൽ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? സീറോ ആയിരിക്കും. ഓക്കെ, അവിടുന്ന് നമുക്ക് എങ്ങനെ വരക്കാം? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. ഓക്കെ, അതായത് ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. യു ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നത്. അതിന് നമ്മൾ ബാക്കോട്ടേക്ക് വരച്ചു കഴിഞ്ഞാൽ അത് ഈ ആക്സിസിൽ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നു? ടച്ച് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ ഗ്രാഫ് കണക്ടിങ് കൈനറ്റിക് എനർജി ആൻഡ് ഫ്രീക്വൻസി. മനസ്സിലായല്ലോ? സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആൻഡ് വൺ മോർ പോയിന്റ്, കൈനറ്റിക് എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഇന്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ കൈനറ്റിക് എനർജി ഇന്റൻസിറ്റി തമ്മിൽ ഒരു ഗ്രാഫ് വരക്കാൻ പറഞ്ഞാലോ? ഇന്റൻസിറ്റി മാറുന്നതനുസരിച്ച് കൈനറ്റിക് എനർജി മാറുന്നില്ല. സോ യു വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ലൈക്ക് ദിസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് എന്താണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ത്രെഷോൾഡ് ഫ്രീക്വൻസി ഈസ് ദ മിനിമം ഫ്രീക്വൻസി ബിലോ വിച്ച് ദർ ഇസ് നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ടേക്സ് പ്ലേസ്. ഓക്കെ, അതായത് ഒരു മിനിമം ഫ്രീക്വൻസിയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിലും കുറവാണ് ഇൻസിഡന്റ് റേഡിയേഷന്റെ ഫ്രീക്വൻസി എങ്കിൽ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. ആൻഡ് ഈസ് റെപ്രസെന്റ് ബൈ ദ ലെറ്റർ ന്യൂ സീറോ. ഓക്കെ, അതുപോലെ ത്രെഷോൾഡ് വേവ് ലെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ മാക്സിമം വേവ് ലെങ്ത് above which there is no photoelectric emission takes place. ഓക്കെ, അതായത് അത് മാക്സിമം വേവ് ലെങ്ത് ആണ്. ആ മാക്സിമം വേവ് ലെങ്ത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് റെപ്രസെന്റ് ബൈ ലാംഡ സീറോ. നെക്സ്റ്റ് പോയിന്റ് ഈസ് വർക്ക് ഫംഗ്ഷൻ.
വർക്ക് ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഈസ് എ മിനിമം എനർജി റിക്വയർഡ് ബൈ എൻ ഇലക്ട്രോൺ ടു ജസ്റ്റ് എസ്കേപ്പ് ഫ്രം ദ മെറ്റൽ സർഫസ്. അതായത് മെറ്റൽ സർഫസിന് ഇലക്ട്രോണിന് ജസ്റ്റ് എസ്കേപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജിയാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വർക്ക് ഫംഗ്ഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ചോദിക്കാം. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നാച്ചർ ഓഫ് ദ മെറ്റൽ ആൻഡ് കണ്ടീഷൻ ഓഫ് ഇറ്റ് സർഫസ്. മെറ്റൽ സർഫസിന്റെ കണ്ടീഷനെയും അതേപോലെ തന്നെ അതിന്റെ നാച്ചുറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് വൺ മോർ പോയിന്റ്, വർക്ക് ഫംഗ്ഷൻ എല്ലാ മെറ്റീരിയൽസിനും സെയിം അല്ല. മെറ്റീരിയൽസ് മാറുന്നതിനനുസരിച്ച് വർക്ക് ഫംഗ്ഷൻ എന്ത് ചെയ്യും, മാറും. അതുകൊണ്ട് വർക്ക് ഫംഗ്ഷൻ ഏറ്റവും ലോവസ്റ്റ് ആർക്കാണെന്ന് ചോദിക്കും. അത് ലിഥിയത്തിനാണ് ആൻഡ് ദ വാല്യൂ ഇസ് 2.14 ഇലക്ട്രോൺ വോൾട്ട്. അതുപോലെ ഹയസ്റ്റ് വർക്ക് ഫംഗ്ഷൻ ആർക്കാണെന്ന് ചോദിച്ചാൽ പ്ലാറ്റിനത്തിനാണ് ആൻഡ് ഇറ്റ്സ് വാല്യൂസ് 5.65 ഇലക്ട്രോൺ വോൾട്ട്. മനസ്സിലായല്ലോ? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. 1 മാർക്ക് ചോദിക്കും, കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ഇതാണ്, കണ്ടീഷൻ ഫോർ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കാനുള്ള കണ്ടീഷൻ എന്താണ്? ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്, E ഗ്രേറ്റർ ദാൻ 50 എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ന്യൂ ഗ്രേറ്റർ ദാൻ ന്യൂ സീറോ, ഇൻസിഡന്റ് റേഡിയേഷന്റെ ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കും. ഓക്കെ, കൂടാതെ പുറത്തേക്ക് വരുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന് ഒരു നോൺ സീറോ കൈനറ്റിക് എനർജി ഉണ്ടാവും. സോ കൈനറ്റിക് എനർജി ഈസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, എനർജി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ, E ഈക്വൽ ടു 50 എന്ന് പറഞ്ഞാൽ ന്യൂ ഈക്വൽ ടു ന്യൂ സീറോ, ഇൻസിഡന്റ് റേഡിയേഷന്റെ ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിലോ ആ സമയത്ത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കും. പക്ഷേ അവിടെ ഇജക്റ്റഡ് ഫോട്ടോന്റെ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായോ? കാരണം ഇതിന്റെ എനർജി മുഴുവൻ എന്തിനു വേണ്ടി കൊടുത്തു? ഇതിനെ ജസ്റ്റ് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൊടുത്തു. കൈനറ്റിക് എനർജി കൊടുക്കാൻ വേണ്ടിയുള്ള എനർജി ഫോട്ടോണിനില്ല. അതുകൊണ്ട് കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് പോയിന്റ്. ആൻഡ് തേർഡ് പോയിന്റ് ഈസ് ദിസ് വൺ, E ലെസ് ദാൻ 50 അല്ലെങ്കിൽ ഇൻസിഡന്റ് റേഡിയേഷന്റെ ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക? ദർ ഇസ് നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ടേക്സ് പ്ലേസ്. അവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കാനുള്ള കണ്ടീഷൻ എന്താണ്? E ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 or nu should be greater than or equal to nu zero. So that is a condition for what? Photoelectric emission. Okay, so that's very important. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും, കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.